നോർത്ത് ചാലക്കുടി മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 6 മുതൽ ആരംഭിക്കും. നോർത്ത് ചാലക്കുടി മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 6 തിങ്കൾ മുതൽ 11 ശനി വരെ നടക്കും. ഒന്നാം ദിവസം തിങ്കളാഴ്ച വൈകിട്ട് 7-ന് കൊടിക്കൂറ സമർപ്പണവും 8 മണിക്ക് കൊടിയേറ്റവും നടക്കും. തുടർന്ന് നൃത്യങ്ങൾ. രണ്ടാം ദിവസം ചൊവ്വാഴ്ച രാവിലെ 7-ന് നാരായണീയ പാരായണം, 9:30-ന് വിശേഷാൽ സർപ്പപൂജ, വഴിപാട്, നൂറുംപാലും. രാത്രി 7-ന് കൈകൊട്ടിക്കളി, നൃത്തസന്ധ്യ. ബുധനാഴ്ച രാത്രി 8-ന് ബാലെ. നാലാം ദിവസം വ്യാഴാഴ്ച രാത്രി 7-ന് താലിവരവ്, 8-ന് താലി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ സംഗമിക്കുന്നു. അഞ്ചാം ദിവസം വെള്ളിയാഴ്ച രാവിലെ 8:30-ന് ശാസ്താവിന് പഞ്ചവിംശതി കലശാഭിഷേകം. വൈകിട്ട് 7:30 മുതൽ കൈകൊട്ടിക്കളി, സമാദരണം. 9-ന് പള്ളിവേട്ട പുറപ്പാട് ആരംഭിച്ച് 10 മണിക്ക് ക്ഷേത്രത്തിലെത്തുന്നു. ആറാം ദിവസം ശനിയാഴ്ച രാവിലെ 11:30-ന് അമൃതഭോജനം, ഉച്ചതിരിഞ്ഞ് 3-ന് ആറാട്ട് പുറപ്പാട്. രാത്രി 8-ന് കൊടിയിറക്കൽ നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം രക്ഷാധികാരി N. കുമാരൻ, അരൂർ സജീവൻ ശാന്തി, പ്രസിഡന്റ് KS രാജീവ്, വൈസ് പ്രസിഡന്റ് TR പീതാംബരൻ, VP സജിത് കുമാർ എന്നിവർ അറിയിച്ചു. നേരത്തെ പറഞ്ഞ താന്ത്രികമായ കർമ്മങ്ങളാൽ 6 ദിവസവും നടന്ന് 6-ാം ദിവസം മഹാനുദാനം, ആറാട്ടുപുഴ പുറപ്പുഴ കടവിലാണ് ഉത്സവത്തോട് കൂടിയിട്ടുള്ള ആറാട്ട് കൊണ്ട് നടക്കും. ഇതിനിടയ്ക്ക് ദിവസം നമുക്ക് പാല വെച്ചിട്ടുണ്ട് 3-ാം ദിവസം. അങ്ങനെ വിവിധ കലാപരിപാടികളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ മേളത്തിനോ അല്ലെങ്കിൽ ആനപ്പൂരത്തിനോ പ്രാധാന്യം കൊടുക്കാതെ തികച്ചും താന്ത്രിക എല്ലാ ക്ഷേത്ര ചടങ്ങുകളും കൃത്യമായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അത് രാജ്യപരമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പൊങ്കാലയുണ്ട്, എല്ലാ വർഷവും ദേശവിധിയുണ്ട്, എല്ലാ വർഷവും 41 ദിവസവും ശബരിമല ശാസ്താവിന് അഭിഷേകം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. നമ്മൾ മുരേവതിയാണ് ശാസ്താവിനും അവിടെ അതിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിശേഷമായി നടക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് ഈ കാലന യാഥാർത്ഥ്യമായ രീതിയിൽ, അതായത് തമിഴ് ശൈലിയില്ല, ഗുരുവായൂർ രീതിയിൽ അദ്ദേഹം KK വാര്യർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ശിഷ്യനാണ് അല്ലേ. അപ്പോൾ ആ ശിഷ്യത്തിൽ ചെയ്തു വന്ന വ്യക്തിയാണ് അദ്ദേഹം. വളരെ ഭംഗിയായി അതിനെ പൂർത്തീകരിച്ചു. നാളെയാണ് അതിൻ്റെ വീട് തുറക്കുന്ന ദിവസം രാവിലെ അതിനെ പൂർണ്ണമായിട്ടുള്ള കേരളത്തിൽ അപൂർവമായി നിൽക്കുന്ന ഒരു പ്രതിഷ്ഠാ സമ്പ്രദായമാണ് മടത്തിക്കാവ് ക്ഷേത്രത്തിൽ. ഭദ്രകാളിയാണെങ്കിൽ പോലും പത്മാസനസ്ഥിതയായിട്ടാണ് താമരപ്പൂവിനകത്ത് സൗമ്യമായിട്ടിരിക്കുന്ന ഒരു ഭാവം. അവിടെ 3 കലകളും, അതായത് ദേവി മഹാത്മ്യത്തിൽ പറയുന്ന മഹാകാളി, മഹാലക്ഷ്മി, മഹാവാണി, ഇതിഹാസ്മൃത, സസ്മാത് കാത് മഹാദുർഗ, സർവാദ നിവാരണി നാളെ. അതേപോലെ തന്നെ രുദ്രാർത്ഥികളും സന്താനങ്ങളായിരിക്കുന്നത്, അതേപോലെ തന്നെ ധനാർത്ഥികളും സമ്പത്തിനെയും ബിസിനസ്സിനെയൊക്കെ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും തന്നെ അവരവരുടെ അഭിഷ്ടസിദ്ധിക്ക് വേണ്ടി നാനാഭാഗത്തിൽ നിന്നും ആരാധിച്ചു പോരുന്ന സ്ഥലങ്ങൾ. നമ്മളുടെ ഒരു വ്യക്തി പറഞ്ഞ ദക്ഷിണ ഭാരതത്തിൽ സംസാരിക്കുന്ന